ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കർ ചിക്കൻ ആട്ടോ. ഇത് ഞാൻ തവ ഗ്രിൽ ചെയ്തെടുത്തതാട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചെറിയ ചിക്കൻ ആട്ടോ ആവശ്യം. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് ഞാനൊരു 1800 ചിക്കനായിട്ട് എടുത്തേക്കണത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ എടുക്കുമ്പോൾ കുറച്ച് ചെറിയ ചിക്കൻ മേടിക്കാൻ നോക്കട്ടെ. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറമേ ഒന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതിൽ നമ്മൾ മസാല പറ്റുമ്പോൾ അതിൽ പിടിക്കത്തുള്ളൂ. വരഞ്ഞു കൊടുക്കുമ്പോൾ നല്ല ആഴത്തിൽ തന്നെ വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല കട്ടി കൂടിയ ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഈ നമ്മൾ ബ്രസ്റ്റ് പീസ്, ലെഗ്, അവിടെയൊക്കെ നന്നായിട്ടൊന്ന് ആഴത്തിൽ മുറിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടേക്കാണ് മസാല പിടിക്കാൻ കുറച്ച് താമസം വരുന്നത്. അത് നമ്മൾ കത്തി വെച്ചിട്ട് നല്ല ആഴത്തിൽ തന്നെ മുറിക്കുക. മീനൊക്കെ വരയുന്ന പോലെ വേണം വരയാനായിട്ട്. എല്ലിൻ്റെ അവിടെ മുട്ടുന്ന വരെ താഴ്ത്തി മുറിക്കണം കേട്ടോ. ഇതുപോലെ ഇതണക്കെ ഇവിടെ മുറിച്ചിട്ടുണ്ട്. ഇനി കാലും നമുക്കതുപോലെ തന്നെ മുറിക്കാം. മുറിക്കല്ല കേട്ടോ, വരയാം. കാലിൻ്റെ ഇതാ ഇവിടെയും ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഉള്ളിലും നല്ല മാംസമുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ എല്ലാം വരഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫുള്ളായിട്ട് വരഞ്ഞിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി ഇതിനൊരു മസാല ഉണ്ടാക്കണം. മസാല ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ കറിക്ക് എടുക്കുന്ന പോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് 10 ചെറിയ ഉള്ളിയാണ്, 20 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇനി ഇത്രയും സാധനങ്ങൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് മിക്സർ ജാറിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ ഇത് നമുക്ക് അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ വേണം കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് വറുത്തെടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചെടുത്തേച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പുറത്ത് തേക്കാനൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല പേസ്റ്റായിട്ട് തന്നെ നമുക്ക് ഇത് കിട്ടണം. ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇത് മിക്സർ ജാറിലേക്ക് മാറ്റാം. ഇതൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ അരച്ചത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ഫൈനായിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കണം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല പൗഡർ 1/2 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഇത് ലൈറ്റ് സോയാ സോസാണ്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇതിവിടെ ഉണ്ടാക്കിയതാട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ ചതച്ച കുരുമുളക്, ഒരു ചെറിയ നാരങ്ങയുടെ നീര്, അത് ഫുള്ളായിട്ട് തന്നെ വേണം. ചെറുനാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ചാലും മതി. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, സോയാ സോസിൽ ഉപ്പുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം. ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മസാലയ്ക്കകത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് കറക്റ്റാണത്. ഇതിലേക്ക് ഗരം മസാലയുടെ ടേസ്റ്റ് കുറച്ച് കുറവ് തോന്നിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂണും കൂടെ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ പുറത്തേക്ക് ഇത് തേച്ച് കൊടുക്കാം. ഇനി ഈ ചിക്കൻ്റെ പുറത്തേക്ക് നമുക്ക് മസാലയെല്ലാം പുരട്ടി കൊടുക്കാം. ആദ്യമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് തേച്ച് കൊടുക്കാം. ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല തേക്കണം കേട്ടോ. ഈ ചിക്കൻ്റെ പുറത്ത് മസാല പറ്റിയതിന് ശേഷം ഉണ്ടല്ലോ, കൈ സോപ്പിട്ട് കഴുകിയിട്ടെ കുറച്ച് എണ്ണ തേച്ചു കൊടുക്കും. അതല്ലെന്നുണ്ടെങ്കിൽ കൈ പുകയാൻ ചാൻസ് കൂടുതലാട്ടോ. മസാല പറ്റുമ്പോൾ ഇതിൻ്റെ വിടവിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇടയിലൊക്കെ നന്നായിട്ട് കയറണം. എന്നാൽ മാത്രമേ ഇതിൽ ശരിക്കും ചിക്കനിൽ മസാല പിടിക്കത്തുള്ളൂ. ഇങ്ങനെ പൊരിക്കാനൊക്കെ ചിക്കൻ എടുക്കുമ്പോൾ ചെറിയ ചിക്കൻ എടുക്കുന്ന കേട്ടോ നല്ലത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേകാനും പിന്നെ അതുപോലെ മസാല പിടിക്കാനും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ ഇതാ ഞാനിത് ചിക്കൻ്റെ പുറത്ത് മസാലയെല്ലാം പെരത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാല് തമ്മിലൊന്ന് കൂട്ടിക്കെട്ടണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കുക്കറിലേക്ക് വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കാലങ്ങോട്ട് അകന്ന് വിട്ടുപോകും. അപ്പോൾ ഞാനിതൊന്ന് കെട്ടി വെക്കാൻ പോവാണ്. ഞാനിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. അതാ ഇതുപോലെയാണ് ആക്കി വെച്ചേക്കുന്നത്. കട്ടിയുള്ള നൂലെടുത്തിട്ട് വേണം കേട്ടോ കെട്ടാനായിട്ട്. നമ്മുടെ സാധാരണ നൂല് പറ്റത്തില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കെട്ടുകമ്പി ഉണ്ടെങ്കിൽ അതിട്ട് കെട്ടിയാലും മതിയിട്ട്.
അപ്പോൾ ഞാനതിനെ കുട്ടിക്കെട്ടാൻ പോകും. ഇതുപോലെ ഞാൻ കാല് കെട്ടിയെടുത്തിട്ടുണ്ട്. ചിക്കൻ ഇങ്ങനെ മസാലയൊക്കെ തേച്ച് നല്ല സുന്ദരക്കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ മസാല പറ്റിയതിന് ശേഷം ഒരു ദിവസം ഫുള്ളായിട്ട് തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. എന്നാൽ മാത്രമേ ഇതിനകത്ത് മസാല ശരിക്കും ചിക്കനിൽ പിടിക്കത്തുള്ളൂ. ഇപ്പോൾ അടുത്ത ദിവസമാണ് കേട്ടോ ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ നേരം വെളിയിൽ വെച്ചു. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് നല്ല തണുപ്പായിരിക്കുമല്ലോ. അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് വെച്ചതല്ലേ, അപ്പോൾ ഇതിൽ നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ ആ തണുപ്പ് പോകാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിനായിട്ട് ഞാനൊരു വലിയ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതൊരു 10 ലിറ്ററിൻ്റെ കുക്കറാട്ടോ. അപ്പോൾ അത്രയൊന്നും വേണ്ട, ഒരു 5 ലിറ്ററിൻ്റെ കുക്കറൊക്കെ ആണെങ്കിലും മതിയാവും. വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ചിക്കൻ വെക്കുമ്പോൾ ചിക്കൻ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇത്ര വലിപ്പമുള്ള കുക്കർ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഓയിൽ ഒന്ന് മൊത്തത്തിലൊന്ന് കുക്കറിലൊന്ന് പറ്റിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഇതിൽ മൊത്തത്തിൽ അങ്ങോട്ട് തേച്ച് വെക്കാം. സൈഡിലൊക്കെ ഒന്ന് തേക്കാം. കുക്കറിൻ്റെ സൈഡിൽ എങ്ങനെ മുട്ടുപോകാന്നുണ്ടെങ്കിൽ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. ഇനി ഇതിലേക്ക് ഞാൻ ഈ കുക്കറിൻ്റെ തന്നെ തട്ട് വെച്ചെടുക്കുക. അപ്പോൾ ഇതാകുമ്പോൾ അതിൻ്റെ അടുത്ത് ഹോളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ചിക്കൻ എൻ്റെ അടുത്ത് വെക്കുമ്പോൾ വെള്ളം അങ്ങോട്ടേക്ക് ഇറങ്ങിക്കോളും. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണ ചിക്കൻ ഇറക്കി വെക്കാം. വെക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കണം, മുട്ടാതിരിക്കാൻ നോക്കാട്ടോ. ഇത് അടച്ചു വെക്കാം. ഇതിനകത്ത് ഞാൻ വാഷറും വിസിൽ വിട്ടിട്ടുണ്ട് കേട്ടോ. കുക്കർ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ബർണറിലാണ് വെച്ചിരിക്കുന്നത്. 2 മിനിറ്റ് നേരത്തേക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിം തന്നെ ആയിരിക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കർ ഒന്ന് ചൂടായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. കുക്കർ ചൂടാക്കിയതിന് ശേഷം എന്ന് വെച്ചാൽ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ലോ ആക്കിയിടാം. നല്ല ലോ ആക്കിയതിന് ശേഷം ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വലിയ കുക്കർ ആയതുകൊണ്ടാണ് 20 മിനിറ്റ്. ചെറിയ കുക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ മതിയാവും. അപ്പോൾ ഇതിൽ പ്രഷർ എന്നറിയാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ, അതുകൊണ്ടാട്ടോ. നിങ്ങളിപ്പോൾ 15 മിനിറ്റ് ശേഷം തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ പ്രഷർ കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഫുൾ പ്രഷർ പോകണം. പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ചിക്കൻ വെന്തോ നോക്കാം. ഞാനിങ്ങനെ ഒന്ന് കുത്തി നോക്കണേണ്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ആ പാത്രം വെച്ചിരിക്കുന്നതുകൊണ്ട് ഇത് അടിക്കൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. ഇനി ഇതിനെ ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കാം. തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആ ചൂടായ തവയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ പുറമേ ഒരു കരിഞ്ഞ ഒരു ടെക്സ്ചർ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് തവയാണ്, പൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി എണ്ണ ഒഴിച്ചേക്കുന്നത്. പിന്നെ അതുമല്ല, എണ്ണ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ആ ചിക്കന് കുറച്ചും കൂടെ ഒരു ടേസ്റ്റും വരുന്നത്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കുക. ഇതിൽ ചിക്കൻ എടുത്തിട്ട് സൂക്ഷിച്ച് ഇതിലേക്ക് വെക്കാം. ചിക്കൻ കുക്കറിൻ്റെ അകത്തുനിന്ന് എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം കേട്ടോ. അത് ഇത് വെന്ത ചിക്കനാണ്, അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കരിഞ്ഞ ഒരു ടെക്സ്ചർ കിട്ടണമുണ്ട്. നമ്മൾ ഗ്രിൽ ചിക്കനൊക്കെ ഇരിക്കുന്ന പോലെ ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സൂക്ഷിച്ച് വേണം മസാലാനായിട്ട്, അതല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ നന്നായിട്ടൊന്ന് പൊരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഈ തവയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ കുക്കർ ചിക്കൻ ഉണ്ടാക്കുന്ന എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ ഇത് ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇത്ര സ്പൈസി ആക്കണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളകും മുളക് പൊടിയൊക്കെ ഒന്ന് കുറച്ച് കുറയ്ക്കാട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ബെല്ലൈക്കൺ വരില്ല. ആ ബെല്ലൈക്കണിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.